ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ട്രിഗ്നോമെട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അതോടെ ഈ സെഷൻ അവസാനിക്കും. ഇന്ന് ട്രിഗ്നോമെട്രിയുടെ ലാസ്റ്റ് സെഷനാണ്. നമുക്ക് അതിലെ ക്വസ്റ്റ്യൻസ്, ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഏതാണെന്ന് നോക്കാം. ഈ സെഷനിൽ നമ്മൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ബാക്കിയുണ്ട്. അത് ഇന്ന് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം അടുത്ത ചാപ്റ്റർ അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൂവ് ദാറ്റ് കോസ് പൈ ബൈ 4 പ്ലസ് എക്സ് പ്ലസ് കോസ് പൈ ബൈ 4 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു √2 കോസ് എക്സ്. നമുക്ക് അത് ചെയ്യാം. ഇതിനായിട്ട് നമ്മൾ അറിയേണ്ടത് കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു 2 കോസ് എ കോസ് ബി. എന്താ പറഞ്ഞത്? കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു 2 കോസ് എ കോസ് ബി. നിങ്ങളിത് പഠിച്ചാൽ നല്ലതാണ്. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കോസ് എ പ്ലസ് ബി എക്സ്പാൻഡ് ചെയ്യണം, വീണ്ടും കോസ് എ മൈനസ് ബി എക്സ്പാൻഡ് ചെയ്യണം, രണ്ടും കൂടി ആഡ് ചെയ്യണം. ഇതേപോലെ കോസ് പൈ ബൈ 4 കോസ് എക്സ് മൈനസ് സൈൻ പൈ ബൈ 4 സൈൻ എക്സ്. അപ്പോൾ കോസ് പൈ ബൈ 4 പ്ലസ് എക്സ് എന്ന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യും. കഴിഞ്ഞ സെഷനിലൊക്കെ നമ്മൾ ആ ടൈപ്പ് പ്രോബ്ലംസ് ചെയ്തതാണ്. പക്ഷേ ഇതാണ് നല്ലത്. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു 2 കോസ് എ കോസ് ബി. ഓക്കെ, ഇത് എ പ്ലസ് ബി ഫോം അല്ലേ? പൈ ബൈ 4 പ്ലസ് എക്സ്. ഇത് എ മൈനസ് ബി ഫോമാണ് അല്ലേ? പൈ ബൈ 4 മൈനസ് എക്സ്. അപ്പോൾ എന്ത് കിട്ടും? കോസ് പൈ ബൈ 4 പ്ലസ് എക്സ് പ്ലസ് കോസ് പൈ ബൈ 4 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 2 കോസ് എ കോസ് ബി. എന്ത് വരും? 2 കോസ് എക്ക് പകരം പൈ ബൈ 4 ആണ്, ബിക്ക് പകരം എക്സ് ആണ്. അപ്പോൾ 2 കോസ് പൈ ബൈ 4 കോസ് എക്സ് എന്ന് കിട്ടും. ഇനി എളുപ്പമാണ്. ഇനി ആൻസറായി. എന്താണ്? 2 കോസ് പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? 1/√2 ആണ്. അപ്പോൾ 2 × 1/√2 കോസ് എക്സ് എന്ന് കിട്ടും. ഈ 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ? √2 × √2 ആണ്. അപ്പോൾ 2-ലെ ഒരു √2ഉം ഈ √2ഉം കട്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടും? √2 കിട്ടും. √2 × 1 × കോസ് എക്സ് എന്ന് പറഞ്ഞാൽ √2 കോസ് എക്സ് എന്ന് കിട്ടും. പ്രൂവ് ആയല്ലോ. വളരെ സിമ്പിൾ അല്ലേ? ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദി പ്രിൻസിപ്പൽ ആൻഡ് ജനറൽ സൊല്യൂഷൻസ് ഓഫ് sin x is equal to -√3/2. sin x is equal to -√3/2. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് sin x ഈക്വൽ ടു -√3/2. മൈനസ് അവിടെ ഇരിക്കട്ടെ. സൈൻ എക്സ്, സൈനിൻ്റെ ഏത് ആംഗിളാണ് √3/2 ആവുക? സൈൻ 60 അല്ലേ? സൈൻ 60 ഈക്വൽ ടു √3/2. 60 എന്ന് പറഞ്ഞാൽ എന്താണ്? π/3. അപ്പോൾ നമുക്ക് സൈൻ π/3 ആണ് ശരിക്കും √3/2 വരുന്നത്. പക്ഷെ ഇവിടെ സൈൻ നെഗറ്റീവാണ്. ഏത് ക്വാഡ്രൻറ്റിലാണ് സൈൻ നെഗറ്റീവ് ആവുന്നത്? ASTC. ഫസ്റ്റ് ക്വാഡ്രൻ്റ് എല്ലാവരും പോസിറ്റീവാണ്, സെക്കൻഡ് ക്വാർട്ടറിൽ സൈൻ പോസിറ്റീവാണ്. അപ്പോൾ തേർഡിലും ഫോർത്തിലുമാണ് എന്ത്? സൈൻ നെഗറ്റീവ് ആകുന്നത്. ഇത് തീറ്റ 180 മൈനസ് തീറ്റ, 180 പ്ലസ് തീറ്റ, 360 മൈനസ് തീറ്റ. അപ്പോൾ തേർഡ് ക്വാഡ്രൻറ്റും ഫോർത്ത് ക്വാഡ്രൻറ്റിലുമാണ് സൈൻ നെഗറ്റീവ് ആവുക. അപ്പോൾ 180 പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ 180 പ്ലസ് നമുക്കറിയാം തീറ്റ നമ്മൾ എടുത്തേക്കുന്നത് എന്താണ്? 60 ഡിഗ്രി അല്ലേ? സൈൻ 60 ആണല്ലോ √3/2. അപ്പോൾ 180 പ്ലസ് 60 എന്ന് പറഞ്ഞാൽ 240 ആണ്. അതിനെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുക. 240 × π/180. അപ്പോൾ നോക്കിയേ, ഈ 0 കട്ട് ചെയ്യാം. 24-ൽ 6 4 ടൈംസ് പോവും, 18-ൽ 6 3 ടൈംസ്. അപ്പോൾ എന്ത് കിട്ടി? 4π/3 എന്ന് നമുക്ക് കിട്ടും. എന്ത്? ഒരു ആംഗിൾ ഈ തേർഡ് ക്വാഡ്രൻറ്റിലത്തേത് നമുക്ക് എന്ത് കിട്ടും? 4π/3 റേഡിയനായി കിട്ടി. ഇനി ഫോർത്തിൽ എന്താ? 360 മൈനസ് തീറ്റ. അപ്പോൾ തീറ്റയ്ക്ക് പകരം 60, 360 മൈനസ് 60. അപ്പോൾ എന്ത് കിട്ടും? 300 എന്ന് കിട്ടും. 300 × π/180 എന്ന് പറയുമ്പോൾ ഇത് 0 കട്ടായി. 30-ൽ 6 5 ടൈംസ്, 18-ൽ 6 3 ടൈംസ്, 5π/3 എന്ന് കിട്ടും. അവ രണ്ട് ആംഗിളും നമുക്ക് കിട്ടി. എന്താണ്? ഒന്ന് 4π/3, മറ്റേത് 5π/3. അപ്പോൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ഏതൊക്കെയാണ് നമുക്ക് കിട്ടിയത്? എക്സ് ഈക്വൽ ടു 4
4π/3. ഈ ആംഗിൾ 4π/3, 5π/3. ഇത് രണ്ട് വാല്യൂസ് കിട്ടി. ഇതാണ് എന്താ പ്രിൻസിപ്പൽ സൊല്യൂഷൻ. മനസ്സിലായല്ലോ? ഇനി ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ കാണും. ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. sin x = sin y ആണെങ്കിൽ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ nπ + -1 ഹോൾ റേസ് ടു n y. ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. nπ + -1 ഹോൾ റേസ് ടു n y ആണ് എന്ത് ജനറൽ സൊല്യൂഷൻ. അപ്പോൾ എന്ത് കിട്ടും? nπ + -1 ഹോൾ റേസ് ടു n. വൈയുടെ വാല്യൂ നോക്കാം. sin x = sin y എന്ന് പറയും. sin x = നമുക്കിപ്പോൾ എന്ത് കിട്ടി? ഈ ആംഗിൾ എടുക്കാം. sin x = 4π/3. അപ്പോൾ y വാല്യൂ നമ്മൾ yക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് 4π/3 എന്ന് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടി? nπ + -1 ഹോൾ റേസ് ടു n 4π/3. n ബിലോങ്സ് ടു z. ഇതാണ് എന്താ ജനറൽ സൊല്യൂഷൻ. മനസ്സിലായല്ലോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ sin x = -√3/2 വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത്, ആദ്യം ശ്രദ്ധിക്കേണ്ടത് √3/2 വരുന്ന ആംഗിൾ 60 ആണ്. പിന്നെ സൈൻ ഇവിടെ മൈനസ് വന്നിട്ടുണ്ട്. അപ്പോൾ മൈനസ് വരുന്ന ക്വാഡ്രൻറ്റുകൾ 3rd 4th ആണ്. അപ്പോൾ എന്ത് ചെയ്തു? 180 + θ എന്നുള്ളത് 180 + 60 കൊടുത്തു. അതേപോലെ 360 - θ എന്നുള്ളത് 360 - 60 കൊടുത്തു. ഒരെണ്ണം 240 മറ്റേ 300 കിട്ടി. അതിനെ നമ്മൾ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ആംഗിൾ കിട്ടി. 4π/3 5π/3 കിട്ടി. അതാണ് എന്ത് പ്രിൻസിപ്പൽ സൊല്യൂഷൻ. ജനറൽ സൊല്യൂഷൻ കാണാൻ sin x = sin y എന്നുള്ളതിൻ്റെ ജനറൽ സൊല്യൂഷൻ nπ + -1 ഹോൾ റേസ് ടു n y ആണ്. ഇവിടെ നമുക്ക് sin x = sin y നമുക്ക് എന്തെന്ന് കിട്ടി? sin x = sin 4π/3 എന്ന് കിട്ടി. അപ്പോൾ yക്ക് പകരം ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. nπ + -1 ഹോൾ റേസ് ടു n 4π/3 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഇത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ജനറൽ സൊല്യൂഷൻ ഓഫ് sin 2x - sin 4x + sin 6x = 0. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുക. ഈ ക്വസ്റ്റ്യനെ ആദ്യം ഞാൻ sin 6x എഴുതി. sin 6x + sin 2x - sin 4x = 0 എന്ന് എഴുതി. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്താണ് അടുത്ത സ്റ്റെപ്പ്? നമുക്കറിയാം sin x + sin y നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്ത പ്രോബ്ലമാണ്. sin x + sin y എന്ന് പറഞ്ഞാൽ എന്താണ്? 2 sin x + y/2 cos x - y/2. അപ്പോൾ ഇവിടെ എന്ത് വരും? 2 sin 6x + 2x/2 cos 6x - 2x/2. അപ്പോൾ ഇതിനെ അങ്ങനെ എഴുതി. ഈ -sin 4x അതേപോലെ തന്നെ എഴുതി. = 0 എഴുതി. ക്ലിയർ ആയല്ലോ? അടുത്ത സ്റ്റെപ്പിൽ 6x + 2x 8x ആണ്. 8x/2 4x 2 sin 4x 2 sin 4x 6x - 2x എന്ന് പറഞ്ഞാൽ 4x 4x/2 2x cos 2x - sin 4x = 0 എന്ന് എഴുതി. ഇവിടെയും sin 4x ഉണ്ട്, ഇവിടെയും sin 4x ഉണ്ട്. കോമൺ ആയിട്ട് പുറത്തെടുത്തു. അപ്പോൾ ബാക്കി എന്തുണ്ട്? sin 4x ഇൻറ്റു ഇവിടെ 2 പിന്നെ cos 2 2 cos 2x - 1 = 0 എന്ന് എഴുതി. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഒന്നുകിൽ sin 4x = 0, അതല്ലെങ്കിൽ 2 cos 2x - 1 = 0. രണ്ടും നമ്മൾ ചെയ്യാം. sin 4x 0 ആണ്. നമുക്കറിയാം sin x = 0 എന്നുള്ളതിൻ്റെ സൊല്യൂഷൻ എന്താ? x = nπ. അപ്പോൾ ഇവിടെ sin 4x = 0 ആണെങ്കിൽ എന്ത് വരും? 4x = nπ എന്ന് വരും. അപ്പോൾ 4x = nπ ആണെങ്കിൽ x എന്ത് വരും? x = nπ/4. ഇതാണ് ഒരു സൊല്യൂഷൻ. ഇനി മറ്റേ സൈഡ് നോക്കാം. 2 cos 2x - 1 = 0. അങ്ങനെയാണെങ്കിൽ എന്താണ്? 2 cos 2x = 1 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? cos 2x = 1/2 എന്ന് കിട്ടും. 1/2 എന്നുള്ളത് കോസിൻ്റെ ഏത് ആംഗിളാണ്? cos π/3 അല്ലേ? cos 60 ആണ് എന്ത്? 1/2. അപ്പോൾ എന്തെഴുതി? cos 2x = cos π/3 എന്ന് എഴുതി. നമുക്കറിയാം cos x = cos y എന്നുള്ളതിൻ്റെ സൊല്യൂഷൻ x = 2nπ ± y ആണ്. അപ്പോൾ നമ്മൾ എന്തെന്ന് എഴുതി? ഇവിടെ 2x ആണ്. അപ്പോൾ 2x = 2nπ ± yക്ക് പകരം π/3 എഴുതി.
പ്ലസ് ഓർ മൈനസ് പൈ ബൈ 3 എന്ന് എഴുതി. നമുക്ക് കിട്ടിയത് 2x അല്ലേ, എക്സ് കിട്ടുന്നതിന് വേണ്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു എൻ പൈ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 2 പോവും, എൻ പൈ ആവും. ഇവിടെ എന്ത് വരും? ഇവിടെ 2 വരുമ്പോൾ 6 ആവും. എൻ പൈ പ്ലസ് ഓർ മൈനസ് പൈ ബൈ 6 എന്ന് കിട്ടും. കോമ എൻ ബിലോങ്സ് ടു സെഡ്. അപ്പോൾ 2 സൊല്യൂഷനും കിട്ടിയാലോ? ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രൂവ് ദാറ്റ് സൈൻ സ്ക്വയർ 8x മൈനസ് സൈൻ സ്ക്വയർ 4x ഈക്വൽ ടു സൈൻ 12x സൈൻ 4x. നമുക്കറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ ഇതിനെ സൈൻ സ്ക്വയർ 8x മൈനസ് സൈൻ സ്ക്വയർ 4xനെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിൽ എഴുതാം. എന്തെന്ന് എഴുതാം? സൈൻ 8x പ്ലസ് സൈൻ 4x ഇൻറ്റു സൈൻ 8x മൈനസ് സൈൻ 4x എന്ന് എഴുതി. ഇനി നമുക്കറിയാം സൈൻ എക്സ് പ്ലസ് സൈൻ വൈ അല്ലേ, 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2. അത് ഉപയോഗിച്ചിട്ട് ഇത് ചെയ്തു. 2 സൈൻ 8x പ്ലസ് 4x ബൈ 2 കോസ് 8x മൈനസ് 4x ബൈ 2 എഴുതി. ഇവിടെ സൈൻ എക്സ് മൈനസ് സൈൻ വൈ 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2 2 കോസ് 8x പ്ലസ് 4x ബൈ 2 സൈൻ 8x മൈനസ് 4x ബൈ 2 എന്ന് എഴുതി. ഓക്കെ, 8x പ്ലസ് 4x 12x ബൈ 2 എന്ന് പറഞ്ഞാൽ 6x. അപ്പോൾ 2 സൈൻ 6x. ഇവിടെ 8x മൈനസ് 4x ബൈ 2 2x കോസ് 2x. അതേപോലെ ഇവിടെയും എഴുതി 2 കോസ് 6x സൈൻ 2x എഴുതി. ഇനി ഇതിനൊന്ന് ഓർഡറിൽ എഴുതിയാൽ എന്തെന്ന്? 2 സൈൻ 6x സൈൻ 6xൻ്റെ അടുത്ത് ഈ കോസ് 6x എഴുതി. 2 സൈൻ 6x കോസ് 6x എന്ന് എഴുതി. അതേപോലെ ഈ 2 എടുത്തു, 2 കോസ് 2x സൈൻ 2x എന്ന് എഴുതി. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അറിയണം സൈൻ 2x എന്ന് പറഞ്ഞാൽ നോക്കാം, സൈൻ 2x എന്ന് പറഞ്ഞാൽ 2 സൈൻ എക്സ് കോസ് എക്സ് ആണ്. ഇത് അറിഞ്ഞിരിക്കണം. സൈൻ 2x ഇസ് ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ്. ഇവിടെ എന്താ? 2 സൈൻ 6x കോസ് എക്സ് ആണ്. സൈൻ 2x 2 സൈൻ എക്സ് കോസ് എക്സ്. അപ്പോൾ എന്തെന്ന് എഴുതാം? ഇവിടെ നോക്കിയേ, സൈൻ 2xന് പകരം ഇവിടെ 6x അല്ലേ. അപ്പോൾ ഞാൻ എന്തെന്ന് എഴുതി? സൈൻ 2xന് പകരം സൈൻ 2 6x എന്ന് എഴുതി. അതേപോലെ ഇൻറ്റു ഇവിടെ എന്താ? ഇവിടെ എക്സ്, ഇത് ഈ 2 കോസ് 2x സൈൻ 2x എന്നുള്ളത് നമ്മൾ ഇതേപോലെ എഴുതാലോ. 2 സൈൻ 2x കോസ് 2x എന്ന് എഴുതാം. ഇതിപ്പോൾ ഓർഡർ അങ്ങനെ എഴുതിയെന്ന് മാത്രം. ഇത് സൈൻ 2x ഫോമാണ്. സൈൻ 2x എന്താ? 2 സൈൻ എക്സ് കോസ് എക്സ്. 2 സൈൻ എക്സ് കോസ് എക്സിന് പകരം ഇവിടെ എന്താണ്? എക്സിന് പകരം 2x ആണ്. അപ്പോൾ സൈൻ 2xന് പകരം 2x എഴുതി. അപ്പോൾ എന്താണ്? 2 ഇൻറ്റു 6x എന്ന് പറഞ്ഞാൽ സൈൻ 12x ഇൻറ്റു സൈൻ 2 ഇൻറ്റു 2x ഈക്വൽ ടു സൈൻ 4x. അതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇതാണ്. സൈൻ 2x ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ്. അങ്ങനെയെങ്കിൽ 2 സൈൻ 2 സൈൻ 6x ആണെങ്കിൽ എന്ത് വരും? 2 സൈൻ 6x കോസ് 6x ആണെങ്കിൽ എന്ത് വരും? സൈൻ 2xന് പകരം സൈൻ 2 6x. അതാണ് എഴുതിയിരിക്കുന്നത്, സൈൻ 2 ഇൻറ്റു 6x. അതേപോലെ ഇവിടെ എക്സിന് പകരം എന്താ? 2x ആണ് അല്ലേ. അപ്പോൾ സൈൻ 2x കണ്ടോ? സൈൻ 2 ഇൻറ്റു 2x. അപ്പോൾ 2 ഇൻറ്റു 6x 12x ഇൻറ്റു 2 ഇൻറ്റു 2x സൈൻ 4x. അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാൻ ഉണ്ടായിരുന്നത്. മനസ്സിലായല്ലോ? നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഏകദേശം 4 വീഡിയോസ് ഉണ്ടായിരുന്നു ഈ ട്രിഗണോമെട്രിയിൽ. നിങ്ങളത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസൊക്കെ നമ്മളതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്.